ഈ ബൈബിൾ സ്റ്റഡിയുടെ 7-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ ഈ ഉപമയുടെ അർത്ഥം എന്താണ് എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആരംഭത്തിൽ ഈ അർത്ഥം പറഞ്ഞിട്ടാണ് കർത്താവ് ഉപമ ആരംഭിച്ചത്. വീണ്ടും അതിന്റെ അർത്ഥം അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളായ ദൈവദാസന്മാർ ആരെങ്കിലും ഈ ഉപമ വ്യാഖ്യാനിക്കുന്നെങ്കിൽ ഈ അർത്ഥം വെച്ച് വ്യാഖ്യാനിക്കാവൂ. കർത്താവ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത അർത്ഥങ്ങളൊന്നും ഈ ഉപമയ്ക്ക് കൊടുക്കരുത്. ഈ ഉപമയില് യജമാനൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. കൂട്ടുദാസന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാമാണ്. ഉദാഹരണം, ഞാൻ വലിയ പാപിയാണെന്നിരിക്കട്ടെ. എന്റെ ആ വലിയ പാപങ്ങൾ മുഴുവന് ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് ക്ഷമിച്ചു തന്നു. അത് കഴിഞ്ഞാൽ എന്റെ ഒരു സഹോദരൻ എന്നോട് തെറ്റ് ചെയ്തു, അവനോട് ഞാൻ ക്ഷമിക്കുന്നില്ല. അപ്പൊ ദൈവം എന്നോട് ചോദിക്കും, നിന്റെ വലിയ പാപങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു തന്നില്ലയോ? എന്നിട്ട് നിന്റെ സഹോദരൻ നിന്നോട് ചെയ്ത ആ ചെറിയ പാപം നിനക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല? ഈ അർത്ഥത്തിലാണ് ഈ ഉപമ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. ഏത് വിധത്തിലാണ് മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നത്, ദയ കാണിക്കുന്നത്, അതേ വിധത്തിലാണ് ദൈവം നമ്മോട് പെരുമാറുന്നത്. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ക്ഷമിക്കയില്ല എന്നീ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കർത്താവ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ ചുരുക്കി പറയട്ടെ. നമ്മളെ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നതല്ല, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുന്നതല്ല. നിഷ്കളങ്കരായിട്ട്, അഹങ്കാരമില്ലാത്തവരായിട്ട്, താഴ്മയുള്ളവരായിട്ട് നമ്മൾ ദൈവത്തെ സമീപിച്ചാൽ മാത്രമേ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. അതിന് ഒരു ലിമിറ്റ് വെക്കേണ്ട കാര്യമില്ല. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്നത് പോലെ 3 വട്ടം ക്ഷമിച്ചാൽ പോരാ. പത്രോസ് തന്നെ കണ്ടുപിടിച്ചതായി 7 വട്ടം വന്നത് പോരാ. 70 വട്ടം അല്ലെങ്കിൽ അനന്തമായി നാം ക്ഷമിക്കേണ്ടതാണ്. എത്ര വട്ടം സഹോദരൻ തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്നാൽ നാം ക്ഷമിക്കേണ്ടതാണ്. അങ്ങനെ നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ പിതാവായ ദൈവവും നമ്മോട് ക്ഷമിക്കയില്ല. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കളവിളച്ചു കൊടുക്കുന്നത് പോലെയാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ കടങ്ങളൊക്കെയും ഇളച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ, ക്ഷമ പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരോടും നാം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ഇതാണ് കർത്താവ് പറയുന്ന ദൂത്. എന്നാൽ നാം വായിച്ച് കുറിവാക്യത്തിൽ കാണുന്ന 2 കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ഒന്ന്, നിങ്ങളിൽ 2 പേർ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ട് ദൈവത്തോട് എന്ത് യാചിച്ചാലും തരും. എന്ത് യാചിച്ചാലും എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതേ ചോദിക്കാവൂ എന്ന് ഓർത്തുകൊള്ളുക. ചോദിക്കുന്നത് ദൈവത്തോടാണ്. നമുക്ക് തികച്ചും ആവശ്യമുള്ള കാര്യങ്ങൾ വേണം ചോദിക്കുവാൻ. ഭോഗേച്ഛകളിൽ ചിലവിടേണ്ടതിനു വേണ്ടി ചോദിക്കരുത്. നമുക്ക് ജീവിക്കുവാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ചോദിക്കാവുന്നതാണ്. കൂടാതെ ആത്മീയ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. സാത്താന്റെ മേൽ ജയം തരുവാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. കൃപകളും കൃപാവരങ്ങളും ലഭിക്കുവാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരാൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും ഇതൊക്കെ കിട്ടുമെങ്കിലും 2 പേർ ഐകമത്യപ്പെട്ട് ചോദിച്ചാൽ അതിന് ഭയങ്കരമായ വിലയാണുള്ളത്. അത് ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിതാവിങ്കിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ യേശു ഉണ്ടാകും. അല്ലാതെ ജാതികളുടെ ദൈവങ്ങളെ പോലെ എവിടെയെങ്കിലുമൊക്കെ കുറെ ആരാധന സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ച് അവിടെ മാത്രം വരികയല്ല. നമുക്ക് ആരാധന സ്ഥലങ്ങളെന്നും പറഞ്ഞ് പ്രത്യേക ആരാധന സ്ഥലങ്ങൾ ആവശ്യവുമില്ല. ഇത് നമ്മൾ പള്ളികളും മറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ഹാളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ പ്രദേശത്തുള്ള ദൈവമക്കൾക്ക് എല്ലാം കൂടെ മഴയും വെയിലും ഒക്കെ കൊള്ളാതെ വന്നിരുന്ന് ആരാധിക്കാൻ സ്ഥലം വേണമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ വിധത്തിലുള്ളതായ പള്ളികളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 2 or 3 പേർ ദൈവത്തിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ വരുവാൻ യേശുവിന് കഴിയും. യേശു അത് ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ആരാധനാ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കൂ എന്നില്ല. ചില ദൈവങ്ങളൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ആ ദൈവങ്ങളെ തേടി നാം അങ്ങോട്ട് ചെന്ന് അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ അനുഗ്രഹിക്കൂ.
നമ്മുടെ കർത്താവ്, ആ കർത്താവിന്റെ നാമത്തിൽ ആരെവിടെ കൂടിയാലും, ഒത്തിരി പേരൊന്നും വേണ്ട, 2 or 3 പേര് കൂടിയാലും അവരുടെ നടുവിൽ വരാമെന്നേ വാഗ്ദത്തം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് മറ്റു ദൈവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. നമ്മുടെ കർത്താവിന് തുല്യനായി നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് 2 പേര് ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും നമുക്കിത് ലഭിക്കും. 2 or 3 പേര് കർത്താവിന്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാലും അവരുടെ നടുവില് കർത്താവ് വരുന്നതാണ്. അങ്ങനെ വിശേഷിച്ച ഒരു ആരാധന സ്ഥലങ്ങളുടെ സഹായമില്ലാതെ, വിശേഷപ്പെട്ടതായ ഒരു സ്ഥലങ്ങളും നോക്കി നടക്കാതെ, ഏത് സ്ഥലത്ത് വെച്ചും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും വെറും 2 പേർ മാത്രം ഐകമത്യപ്പെട്ട് യാചിച്ചാൽ അസാധ്യങ്ങൾ പോലും സാധ്യമാക്കി തീർക്കുവാനും നമുക്ക് കഴിയുന്നതാണ്. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നമ്മൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ വഴിഞ്ഞിരിക്കും. അത്രമാത്രം ശ്രേഷ്ഠമായ അധികാരമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ നാം ദൈവമക്കളാകിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരങ്ങളുടെ ശ്രേഷ്ഠത, വലിപ്പം അത് എത്രയെന്നും മനസ്സിലാക്കിക്കൊണ്ട് നാം എത്രമാത്രം ശ്രേഷ്ഠരാണ്, യേശുവിന്റെ രക്തത്താൽ നാം വിടുവിക്കപ്പെട്ടതോടെ എത്രമാത്രം വിശുദ്ധരാണ്, എത്രമാത്രം ദൈവത്തിന് വിലയേറിയവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ അധികാരങ്ങള്, നമ്മുടെ അവകാശങ്ങള്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങള്, ഇതൊക്കെ എത്രത്തോളം വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഈ സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 214-278-4052 എന്ന ടെലിഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക.